എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 11, 12, 13, 14 വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ വായിക്കുന്നു. എല്ലാ വാക്യങ്ങളും വായിക്കുവാനുള്ള സമയപരിമിതികൾ നമുക്കുള്ളത് കൊണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം വായിക്കുന്നു. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിക്കുക. എബ്രായർ 9, 11 മുതൽ 14 വരെ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. 14-ാം വാക്യം പറയുന്നു: ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. 12-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു പദം മാത്രം എടുക്കുകയാണ്: സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം, അതാണ് ഇന്ന് രാത്രിയിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. ഇതിനേക്കാൾ അർത്ഥവത്തായ മറ്റൊരു സന്ദേശമുണ്ടോ? യേശുവിൻ്റെ രക്തത്തെക്കാൾ വിലയേറിയ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഒരു പുതിയ നിയമ വിശ്വാസി എന്ന നിലയിൽ ഇല്ല എന്നതാണ് ഉത്തരം. അത്ര വിലയേറിയതാണ് യേശുവിൻ്റെ രക്തം. അത്ര ശക്തമാണ് യേശുവിൻ്റെ രക്തം. ഞാൻ പാർക്കുന്ന ഈ ഭാരതത്തിൽ, ഈ രാജ്യത്തിൽ ഈ ശബ്ദത്തിന് മറ്റുള്ള ശബ്ദങ്ങളെക്കാൾ ശക്തിയുണ്ട്. ഈ വാക്കിന് മറ്റുള്ള വാക്കുകളെക്കാൾ പ്രാധാന്യതയുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരനും എൻ്റെ ആത്മീക പുത്രനും ദീർഘവർഷങ്ങളായി എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ യുദ്ധം ചെയ്ത് അധ്വാനിക്കുന്ന പാസ്റ്റർ ജിജി മോഹനോട് ഇന്നലെ വൈകിട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് യാത്ര ചെയ്ത് വന്നതിന് ശേഷം പറയുകയായിരുന്നു: ദുബൈയിലും കാനഡയിലും US-ലും ഓസ്ട്രേലിയയുടെ പല സ്റ്റേറ്റുകളിലുമൊക്കെ നമ്മൾ മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ശുശ്രൂഷയിൽ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അല്ലെങ്കിൽ തടസ്സങ്ങളില്ലാതെ ഇങ്ങനെ ഉണ്ടാകുന്ന ദൈവദാസന്മാർക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകും. ഒരു ഫ്ലോ ഉണ്ട്, ഒരു ഒഴുക്ക്. എന്നാൽ ഞാനായിരിക്കുന്ന ഈ രാജ്യത്തിൽ ഒരുപാട് പൈശാചിക ശക്തികൾ അദൃശ്യമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്ധകാര ശക്തികളാൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന, ഇരുളുകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് ഈ യേശുവിൻ്റെ രക്തം എന്ന വിഷയത്തിന് പ്രാധാന്യത ഉണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വിഷയം ഇവിടെ പ്രസംഗിക്കപ്പെടുക മാത്രമല്ല, ഈ രക്തത്തിന്റെ ശക്തി എന്തെന്ന് ഇളമ്പൽ അറിയണം. ഈ രക്തത്തിന്റെ ശക്തി എന്തെന്ന് ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ വന്നവർ അറിയണം. ഈ രക്തത്തിന്റെ ശക്തി എന്തെന്ന് പെന്തിക്കോസ്തുകാരൻ അറിയണം. ഈ രക്തത്തിന്റെ ശക്തി എന്തെന്ന് വിളിക്കപ്പെട്ടവൻ അറിയണം. ഈ രക്തത്തിന്റെ ശക്തി എന്തെന്ന് വീണ്ടെടുക്കപ്പെട്ടവൻ അറിയണം. ഈ രക്തത്തിന്റെ ശക്തി എന്തെന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവൻ അറിയണം. ഈ രക്തത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന വെളിപ്പാട് ഇന്ന് രാത്രിയിൽ ഓരോ ഹൃദയത്തിലും വ്യാപരിക്കണം. കേവലം സഭായോഗങ്ങളിൽ രക്തത്താൽ ജയമെന്ന് പറഞ്ഞ് ഈ വാക്കിന്റെ പ്രാധാന്യത നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു തലമുറയാകരുത്. എന്ത് പാപവും എന്ത് തിന്മയും എന്ത് മ്ലേച്ഛതയും കാണിച്ച് രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് രക്തത്തിന്റെ വാല്യൂ, മൂല്യം
നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗമായി തീരരുത്. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ വിഷയത്തിന് അത് വിലയുള്ള രക്തമാണ്, അത് വീണ്ടെടുത്ത രക്തമാണ്. അതിന് കമ്പയർ ചെയ്യാൻ കഴിയില്ല, അതിനെ മറ്റൊന്നിനോട് തുലനം ചെയ്യാൻ കഴിയില്ല. ഇന്ന് രാത്രിയിൽ ആ ബോധ്യമുള്ളവർ ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് ദൈവത്തിന് നന്ദി പറയാം. വൈദ്യശാസ്ത്രം വളരെ വിപുലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മെഡിക്കൽ ഫീൽഡ് ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്, ശാസ്ത്രലോകം ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു രാജ്യത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിടത്ത് സ്റ്റാഫില്ല. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരുന്ന റെസ്റ്റോറന്റിൽ മനുഷ്യർ പണിയെടുക്കുന്നില്ല, മുഴുവൻ റോബർട്ടാണ്. ഭക്ഷണം കൊണ്ട് തന്നത് റോബർട്ടാണ്, ഫുഡ് ഉണ്ടാക്കുന്നത് റോബർട്ടാണ്. ശാസ്ത്രലോകം പുരോഗമിച്ചിരിക്കുന്നു, മനുഷ്യൻ പുരോഗമിച്ചിരിക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ ഒരു ചോദ്യം ഇളമ്പലുകാരോട് ചോദിക്കുകയാണ്, ഇന്ന് വരെ ഈ വൈദ്യശാസ്ത്രത്തിനോ ശാസ്ത്രലോകത്തിനോ ഒരു തുള്ളി മാനുഷിക രക്തമോ ഒരു തുള്ളി രക്തമോ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു തുള്ളി രക്തം ഉണ്ടാക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടോ? പലതും ഉണ്ടാക്കിയവന് എന്താ രക്തം ഉണ്ടാക്കാൻ പറ്റാത്ത? രക്തം മനുഷ്യന് നിർമ്മിക്കാൻ കഴിയില്ല, കാരണം അത് മനുഷ്യന്റെ അകത്ത് ദൈവം പകർന്ന ജീവനാണ്. ജീവന്റെ ഉടമസ്ഥൻ ദൈവമാണ്. അതാണ് ലേവ്യ പുസ്തകം 17:11 ബൈബിൾ പറയുന്നത്, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലയോ ഇരിക്കുന്നത്? ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ തന്നു എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ രക്തം അവൻ നമുക്ക് നൽകിയത് കൊണ്ടാണ്. ഇന്ന് രാത്രി ആ കൈകളെ ഒന്ന് ഉയർത്തിയ കർത്താവിന് ഒന്ന് നന്ദി പറയാമോ? ക്രിസ്തുവിന്റെ ജീവൻ അവൻ എനിക്ക് നൽകിയെന്ന് ഞാൻ വിളിച്ചു പറയുന്നത് അവന്റെ അവസാന തുള്ളി രക്തം വരെയും അവൻ എനിക്ക് ഒഴുക്കിയ കാരണം കൊണ്ടാണ്. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെയാണ് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കാത്ത ക്രിസ്ത്യാനിയുടെ ജീവിതം. ഒന്നുകൂടെ പറയാം, ശരീരത്തിൽ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തില്ലെങ്കിൽ, ഇടിപ്പ് ഉണ്ടായില്ലെങ്കിൽ, ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ നിന്നാൽ ബ്രെയിൻ ഡെത്താവും, മരിച്ചു. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തവൻ ശവമാണ്. മിണ്ടണ്ട, ഞാൻ എന്നാലും പ്രസംഗിച്ചോളാം. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തവൻ ഡെഡാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അവന്റെ രക്തത്തിൽ ആശ്രയിക്കാത്തവൻ, അവന്റെ രക്തത്താൽ കഴുകപ്പെടാത്തവൻ, അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെടാത്തവൻ ചാത്ത ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ. കാരണം ഈ രക്തമാണ് എനിക്ക് ജീവൻ നൽകിയത്, ഈ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കിയത് ഈ രക്തമാണ്. ശത്രുവായിരുന്ന എന്നെ മിത്രമാക്കിയത് ഈ രക്തമാണ്. നരകത്തിൽ നിപതിക്കേണ്ട എന്റെ ആത്മാവിന് നിത്യജീവൻ നൽകിയത് ഈ യേശുവിന്റെ രക്തമാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ എന്റെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ പോക്കി എന്നെ ശുദ്ധീകരിച്ചത് ഈ രക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വായ കൊണ്ട് യേശുവിന്റെ രക്തത്തിന് നന്ദി പറയണം. രക്തം തന്നു, രക്തത്താൽ ചെയ്യുമെന്ന് പറഞ്ഞു പോകാതെ അവന്റെ ജീവനെയാണ് അവൻ തന്നത്. അതിന് സോയ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. സോയ ജീവൻ, ജീവൻ നൽകി. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും.
കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിനും കർത്താവിൻ്റെ ശരീരത്തിനും നിഴലായിരിക്കുന്ന തിരുമേശയോടുള്ള ബന്ധത്തിൽ മരുഭൂമിയിൽ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ച് അവർ മരിച്ചു. ഇതോ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ രക്തത്തിലും ഈ മാംസത്തിലും വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. ഇന്ന് രാത്രിയിൽ ജീവനുള്ളവനുണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കാവോ? ജീവനുള്ള ഏതെങ്കിലും ബന്ധുക്കോസുകാരൻ ഇതിൽ ഇരിപ്പുണ്ടെങ്കിൽ, ജീവനുള്ള ഒരു ക്രിസ്ത്യാനി, ചത്ത ക്രിസ്ത്യാനി അല്ല, ബ്ലഡ് സർക്കുലേഷൻ ഉള്ള, യേശുവിന്റെ രക്തത്തിൽ ഇപ്പോഴും ആശ്രയിക്കുന്ന, ആ രക്തം ഒഴുക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഇതിൽ ഇരിപ്പുണ്ടെങ്കിൽ, നിന്നിലുള്ള ക്രിസ്തുവിന്റെ ജീവനെ ഇന്ന് രാത്രിയിൽ ആരാധനയുടെ നടുവിൽ ഒന്ന് വെളിപ്പെടുത്തുവോ? ദൈവശക്തി വ്യാപരിക്കട്ടെ. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ കൈത്താളങ്ങളിൽ വ്യാപരിക്കട്ടെ. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി ആ ആരാധിക്കുന്ന സഹോദരിയുടെ മേൽ, സഹോദരന്റെ മേൽ വ്യാപരിക്കട്ടെ. അവന്റെ തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ. ശരീരത്തെയും ആത്മാവിനെയും ചിന്തകളെയും നാളുകളായി ബന്ധിച്ചു വച്ചിരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ, ദേശത്തിന്റെ അന്ധകാര ശക്തികൾ ഇന്ന് രാത്രിയിൽ രക്തത്താൽ തകരണേ. ഞാൻ തിരുവഴുത്തിൽ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം യേശുവിന്റെ രക്തം എന്ന അത്ഭുതമാണ്. ദൈവികമായ പദ്ധതിയുടെ പൂർത്തീകരണം. മറിയയുടെ അരികിൽ ഗബ്രിയേൽ മാലാഖ, ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മത്തായി 1:21 മേരിയോട് പറയുന്നുണ്ട്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന പേരിടണം. പറയാവോ? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന യേശു. പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞേ അത്. സ്തോത്രം. അതിനൊത്തിരി ആഴമുണ്ട് കേട്ടോ. വേറെ ആരെങ്കിലും ഇത് പ്രസംഗിച്ചാൽ, വേറെ ശുശ്രൂഷയൊന്നും പുള്ളിക്ക് ഇല്ലാത്തതുകൊണ്ട് പുള്ളി അങ്ങനെ പറഞ്ഞാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഞാൻ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. കർത്താവ് അത് ഇന്നലെ വരെയും ചെയ്തു, ഇന്നിവിടെ ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ, ആവശ്യക്കാരുടെ നടുവിൽ ചെയ്യുന്നുണ്ട്. ബഹുമാനനായ കർത്തൃദാസൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു, പെന്തിക്കോസിന്റെ ശക്തി ലോകത്തിലെങ്ങും വെളിപ്പെടുത്താൻ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു മകനാണെന്ന്. പക്ഷേ ഞാനതങ്ങ് റിസീവ് ചെയ്യുക. അഭിഷിക്തന്റെ വാഗൊണ്ട് പറഞ്ഞ വാക്കിനെ ഞാൻ ഏറ്റെടുക്കുക. കാരണം പൗലോസ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ശുശ്രൂഷ വാചകാടി അല്ലായിരുന്നു, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ലായിരുന്നു, അത് അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെയും പ്രദർശനമായിരുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്താ, പക്ഷെ രക്ഷിക്കപ്പെടുന്നവന് ഇത് ദൈവശക്തിയാ. ദിസ് ഇസ് ദ പവർ ഓഫ് ഗാഡ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. എത്ര ബെന്തിക്കോസുകാർ വിശ്വസിക്കുന്നുണ്ട് ഇതിലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന്? നാളെ യഹൂദന്മാരുടെ കലണ്ടറിൽ, നാളെ 19-ാം തീയതി പെന്തിക്കോസ് ദിനമാണ്. നാളത്തെ ദിവസം യഹൂദന്മാരുടെ കലണ്ടറിൽ പെന്തിക്കോസ് ദിനമാണ്. പെന്തിക്കോസ് കേവലം ഒരു പെരുന്നാളും ആഘോഷവുമായിരുന്ന യഹൂദന്, ഇന്നും അങ്ങനെയായിരിക്കുന്ന യഹൂദന്, അതങ്ങനെ നിൽക്കുമ്പോ ഇന്ന് രാത്രിയിൽ പെന്തിക്കോസ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെ സംബന്ധിച്ച് ഒരനുഭവമാണ്. കാരണം ഏത് യാഗവും കംപ്ലീറ്റഡ് ആകുന്നത് തീയുടെ നടുവിലാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ കയ്യിൽ വിറകും കത്തിയും തീയുമുണ്ട്. വലിയ ഭാരമേറുന്ന വിറക് ഇസ്ഹാക്കിന്റെ കയ്യിൽ എബ്രഹാം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, അബ്രഹാമേ, ആ ഇത്തിരി പോകുന്ന തീ ഇസ്ഹാക്കിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ആ പയ്യന്റെ കയ്യിൽ നിന്ന്
വിറക് നിനക്കൊന്ന് എടുത്തു പിടിച്ചൂടെ? അബ്രഹാമിന് പറയാൻ കഴിയും, ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വരുവാനുള്ള യാഗത്തിന്റെ നിഴലാണ്. മരത്തടി, മരം അല്ലെങ്കിൽ വിറക് ഇസഹാക്ക് ചുമക്കണം. കാരണം ഇസഹാക്ക് ക്രിസ്തുവിന് നിഴലാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിലെല്ലാം ഉപരിയായി അബ്രഹാമിന് അറിയാം, വിറക് നഷ്ടപ്പെട്ടാൽ പിന്നെയും കിട്ടും, അല്ലെങ്കിൽ കിട്ടണം. പക്ഷേ തീ അണഞ്ഞു പോയാൽ, തീ കെട്ടുപോയാൽ യാഗം നടക്കില്ല, യാഗം പൂർണ്ണമാകില്ല. ഇന്നത്തെ പോലത്തെ ഫെസിലിറ്റി അന്നില്ല. വീട്ടിൽ നിന്ന് തീ കത്തിച്ചുകൊണ്ട് പോണം. അത് വഴിയിൽ വെച്ച് അണഞ്ഞു പോയാൽ പിന്നെ യാഗം സാധ്യമല്ല. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ നിൽക്കണമെന്നുള്ളത് ദൈവവചന സത്യമാണ്. എന്റെ ചോദ്യം, ഞാൻ വേദപുസ്തകത്തിൽ കണ്ട പല യാഗങ്ങളും കംപ്ലീറ്റഡ് ആയത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയോ മനുഷ്യൻ തീ കത്തിച്ചോ ആണോ? കർമ്മേലിന്റെ മലമുകളിൽ ഏലിയാവ് കഴിച്ച യാഗം പൂർണ്ണമായത് അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവ എന്ന തന്റെ പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയാണ് ആ യാഗം പൂർണ്ണമായത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ക്രൂശിൽ യാഗമായി. ആ യാഗം എപ്പോഴാ കംപ്ലീറ്റ് ആയെന്നറിയോ? പെന്തിക്കോസ് നാൾ വന്നപ്പോൾ അവരിരുന്ന മുറി നിറഞ്ഞു. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി. അതോരോരുത്തന്റെ മേൽ പതിഞ്ഞു. അവിടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആ യാഗത്തെ പൂർണ്ണമാക്കി. ദൈവസഭ അവിടെ എഴുന്നേൽക്കുകയായിരുന്നു. ഒന്നാമത്തെ ആദത്തിന്റെ വാരിയൽ തകർക്കപ്പെട്ട്, ഒന്നാമത്തെ ആദത്തിന്റെ വിലാപ്പുറം തകർക്കപ്പെട്ട്, അവന്റെ മണവാട്ടിയാകുന്ന ഹവ്വായെ സ്വർഗം പുറത്തെടുത്തെങ്കിൽ ഒടുവിലത്തെ ആദമാകുന്ന ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് പടയാളി കുന്തം കൊണ്ട് കുത്തി അവസാനത്തുള്ളി രക്തവും വെള്ളവും മാത്രമല്ല പുറത്തു വന്നത്, അവന്റെ മണവാട്ടിയാകുന്ന സഭ പുറത്തു വരികയായിരുന്നു. ഇന്ന് രാത്രിയിൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനൊന്ന് നന്ദി പറ. പെന്തിക്കോസ്ത് നാളിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ അഗ്നി, ആ പിളർന്ന അഗ്നിനാവുകൾ ക്രിസ്തുവിന്റെ യാഗത്തെ കൺഫേം ചെയ്യുകയായിരുന്നു. എന്നാൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ക്യാൻസർ രോഗി സൗഖ്യമായതല്ല. ഇമ്മാനുവൽ KB ഈ യാത്രയിൽ ക്രച്ചസിൽ വന്ന എത്രയോ പേർ ക്രച്ചസ് വിട്ട് നടന്നു. ചെവി കേൾക്കാൻ മേലാത്ത എത്രയോ പേരുടെ ചെവി കർത്താവ് തുറന്നു. എത്രയോ പേർക്ക് സൗഖ്യമുണ്ടായി. പക്ഷെ ഞാൻ പറയുന്നു, അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ അത്ഭുതമാണ് ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന പേർ വിളിക്കണം. എല്ലാ തിന്മയുടെ മൂല കാരണം എന്താണ്? പാപം. മനുഷ്യനെ ദൈവം തേജസ് കൊണ്ട് പൊതിഞ്ഞു. മർത്യനെ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവനെന്ത്? നീ അവനെ തേജസ് ഉടുപ്പിച്ചു, അല്ലേ? ഒരമ്മ ഒരു കുഞ്ഞിനെ ടവല് കൊണ്ട് പൊതിഞ്ഞു പിടിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ തന്റെ തേജസ് കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. നിങ്ങൾ എന്നോട് സഹകരിക്കുമെങ്കിൽ എനിക്ക് പ്രസംഗിക്കാനൊരു സന്തോഷം ഉണ്ടാവും. എന്റെ ചോദ്യം, തേജസ്സിൽ നിന്നവനിൽ രോഗം ഉണ്ടായിരുന്നോ? തേജസ്സിൽ നിന്നവനിൽ മരണം ഉണ്ടായിരുന്നോ? തേജസ്സിൽ നിന്നവനിൽ ശാപം ഉണ്ടായിരുന്നോ? തേജസ്സിൽ നിന്ന മനുഷ്യന് ഇത്ര വർഷമേ ജീവിക്കത്തുള്ളൂ എന്ന പരിധി ഉണ്ടായിരുന്നോ? പരിധികളും പരിമിതികളും ഇല്ലാതെ, രോഗവും മരണവുമില്ലാതെ, ശാപവും തിന്മയുമില്ലാതെ
മനുഷ്യൻ വാഴ്ച നടത്താൻ തേജസ്സിൽ നിറയപ്പെട്ടെങ്കിൽ പിശാചിന് അന്നും ഇന്നും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഇവനെ കൊണ്ട് പാപം ചെയ്യിച്ച് ഇവന്റെ തേജസ് നഷ്ടപ്പെടുത്തണം, ഇവനെ രോഗിയാക്കണം, ഇവനെ ശാപഗ്രസ്തനാക്കണം, ഇവനെ തകർച്ചയിലാക്കണം, ഇവന്റെ ആയുസ്സിന് പരിധി വെക്കണം, ഇവന്റെ ജീവിതത്തെ തകർത്ത് കളയണം. എന്നാൽ ആ ഏദൻ തോട്ടത്തിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. അത് ആ പ്രവചന ശബ്ദം ആമേൻ ആമേൻ സർപ്പത്തോടായിരുന്നു. മനുഷ്യനെ നീ വഞ്ചിച്ചെങ്കിൽ, സ്ത്രീയെ നീ ചതിച്ചെങ്കിൽ, അവളുടെ ഉദരത്തിൽ ജനിക്കുന്നവൻ നിന്റെ തലയെ തകർക്കും. ഷാഠാമാനകൽ ഖരദന ഹംശമാനക തുരി ബിഗടക ജലക ശംദന രഗടക ജസിയ ഹോറബ ഖനയാം ഥോലോ ശംദരെ വൈഡ പ്രഭജഗടക ജസി ലിംബ്ര കഠോമ ശകാരിയാദന. പിശാചിന്റെ ലക്ഷ്യം അവനെ തേജസ്സിൽ നിന്ന് പുറത്താക്കുക. പിശാചിന്റെ ലക്ഷ്യം അവനെ പാപിയാക്കുക. നിങ്ങൾക്കറിയാമോ, പാപത്തെക്കാൾ മുൻപ് ലോകത്തിൽ ഉണ്ടായിരുന്നത് തേജസ്സാണ്. തേജസ് നഷ്ടപ്പെട്ടവനെയാണ് ബൈബിൾ പാപി എന്ന് വിളിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ഈ തേജസ്സിനെ നമ്മിലേക്ക് മടക്കി കൊണ്ടുവരാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചും ഇരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതിന് കർത്താവ് കൊടുത്ത വില എന്നാന്ന് നിങ്ങൾക്ക് അറിയുമോ? തിമോത്തിയുടെ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 1:15 തിമോത്തിയോട് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യൻ. കഴിഞ്ഞ 25 വർഷമായി ദൈവം എന്നെ അയക്കുന്നിടത്തെല്ലാം ഇത് പ്രസംഗിക്കുന്നു. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം, എല്ലാവരും അവനെ സ്വീകരിക്കണം. പാസ്റ്റർ ജിജി തങ്ങളിവിടെ ഉണ്ടോ? ഈ 2008 മുതൽ 2019 വരെയുള്ള കാലയളവിൽ കൊട്ടാരക്കരയിൽ മാത്രം രജിസ്റ്റർ ഫോമിൽ സ്നാനപ്പെടുത്തിയവരുടെ ആപ്ലിക്കേഷൻ എണ്ണി തിട്ടപ്പെടുത്തിയതിൽ എത്ര പേരെ അവിടെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്? 15,000. സുവിശേഷം പ്രസംഗിക്കാഞ്ഞിട്ടാണോ 15,000 പേർ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ കൊട്ടാരക്കരയിൽ സ്നാനപ്പെട്ടെ? നിങ്ങളുടെ അകത്ത് ഈ കാഴ്ചപ്പാട് കയറട്ടെ. ഈ ലൈവിലൂടെ എന്നെ കാണുന്ന ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും ക്രിസ്തുവിനെ അംഗീകരിക്കണമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ അർത്ഥമേ ഉള്ളൂ. അത് ഞങ്ങൾ പാപികളായിരുന്നു, പാപികളാണ് എന്നുള്ളത് കൊണ്ടാണ്. കടഭാരം മാറ്റാൻ പ്രാർത്ഥിച്ചു. കടം മാറി. യേശു ദൈവമായെങ്കിൽ കടമില്ലാത്തവർക്ക് യേശു ദൈവം ആകില്ലല്ലോ. രോഗസൗഖ്യം കിട്ടിയതിനാൽ ഞാൻ യേശുവിൽ വിശ്വസിച്ചു. യേശു ദൈവമാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ രോഗമില്ലാത്ത ആരോഗ്യമുള്ളവന് യേശു ദൈവം ആകില്ലല്ലോ. ഇത് ഭൗതികമായ എന്തെങ്കിലും നൽകിയത് കൊണ്ടല്ല ഞങ്ങൾ അവനെ അംഗീകരിച്ചതും സ്വീകരിച്ചതും ആരാധിക്കുന്നതും. ഇന്ന് രാത്രിയിലും ക്ഷീണമുണ്ടെങ്കിലും
ഇത്ര ശക്തിയോടെ പ്രസംഗിക്കുന്നതും. കാരണം മനുഷ്യന് ചെയ്തു തരാൻ കഴിയാത്ത, മതങ്ങൾക്കും മത സംവിധാനങ്ങൾക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരു ലേക്ക് ഷോർ ഹോസ്പിറ്റലുകാരനും, ഒരു കിംസ് ഹോസ്പിറ്റലുകാരനും, ഒരു സർജനും, ഒരു ഫിസിഷ്യനും സർജറി ചെയ്ത് എടുത്തു മാറ്റാൻ കഴിയാത്തതുമായ നിന്റെ ജന്മകർമ്മ പാപങ്ങളെ കഴുകിയ ഒരു പരിശുദ്ധ രക്തം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. കൈ അടിക്കണമെങ്കിൽ അടിക്കാം. അനുഭവിച്ചവർ ആരാധിക്ക്, അനുഭവിച്ചവർ ശബ്ദം വെക്ക്, അനുഭവിച്ചവർ സ്തുതിക്ക്. ക്രിസ്തുവിന്റെ പാപവിമോചകൻ, ക്രിസ്തുവിന്റെ രക്ഷിതാവ്. He is the savior of my soul. He is the redeemer. He saved me. Oh Rabba kanana moshe. Hallelujah. കാരണം ദൈവവചനത്തിന്റെ വ്യവസ്ഥ അതാണ്. എബ്രായർ 9:22 ബൈബിൾ പറയുന്നു, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. ഫ്രീഡം ഫ്രം ദ സിൻ, ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ്. വിമോചനം, ഒന്നുറക്കെ പറഞ്ഞ്, വിമോചനം, ഫ്രീഡം, റിഡംഷൻ, ഫ്രീഡം. ഇത് സമരം ചെയ്ത് കിട്ടുന്നതല്ല. ഈ ശരിക്കും നിന്റെ മേളിലുള്ള ഭൂതം വിട്ടുപോകുമ്പോഴാണ് നീ മനസ്സിലാകുന്നത് സമാധാനം എന്നാണ്. പിടികിട്ടുന്നില്ല അല്ലേ? ശരിക്കും നിന്റെ മേലുള്ള പിശാച് നിന്നെ വിട്ടുപോകുമ്പോഴാണ് നിനക്ക് മനസ്സിലാകുന്നത് നേരത്തെ നീ ഭയങ്കര അഹങ്കാരിയായിരുന്നെന്ന്. ശരിക്കും നിന്റെ മേലുള്ള ഭൂതം വിട്ടുപോകുമ്പോഴാണ് നീ ശരിക്കും മനസ്സിലാകുന്നത് ഇങ്ങനൊന്നും അല്ലായിരുന്നു പ്രാർത്ഥിക്കേണ്ടിയിരുന്നതെന്ന്. ഇപ്പം നിന്നെ കൊണ്ടു നടക്കുന്ന ഒരാളുണ്ടല്ലോ, അവനിൽ നിന്ന് നിനക്കൊരു ഫ്രീഡം വേണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങള് സഹായത്തിന് വന്നവരും ദശാംശം കൊടുക്കുന്നവരാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഭൂതം ഇളക്കിയിട്ടുള്ളത് അവരിലാണ്. സ്തോത്രം. വലിയ പാടാ. മറ്റുള്ളവരെയൊക്കെ പുറത്തു വാ പിശാചേ എന്ന് പറഞ്ഞാൽ സാധനം ഇനി വെളിപ്പെട്ട് വരും. ഇത് ഇച്ചിരി സമയം എടുക്കും, വന്നാ നല്ല രസവാ. സ്തോത്രം. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. എന്താ ഇല്ലേ? പോണമല്ലോ. ആശയില്ലാത്തൊക്കെ വിട്ടു പോണം. വിമോചനം വേണം. ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും സത്യമേ പറയാവൂ. പഴയതുപോലെ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? ഉപവസിച്ചിട്ട് എത്ര നാളായി? ഉപവസിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം? പറ. മറ്റുള്ളവരെയൊക്കെ വിധിക്കാനും ഫേസ്ബുക്കിലെ കമന്റ് വായിക്കാനും എഴുതാനും പിടിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്ക് നിന്നെ. നീ നിന്നെ ഒന്ന് നോക്ക്. എങ്ങനെയുണ്ട് നിന്റെ ജീവിതം? ഹൗ ആർ യു ബ്രദർ? ഹൗ ആർ യു സിസ്റ്റർ? എങ്ങനുണ്ട്? പലരെയും വിരൽ ചൂണ്ടുന്നുണ്ടല്ലോ, നിന്റെ നേരെ ഒന്ന് ചൂണ്ടിയേ. എങ്ങനെയുണ്ട് പ്രാർത്ഥനാ ജീവിതം? നാക്കൊക്കെ കറക്റ്റ് ആണോ? വാക്കുകളൊക്കെ കൃത്യമാണോ? പിള്ളേരോടും ഭർത്താവിനോടും ഭാര്യയോടും ഒക്കെയുള്ള ഇടപാടുകൾ കൃത്യമാണോ? സഭയോടും മനുഷ്യരോടുള്ള ബന്ധങ്ങൾ വിശുദ്ധിയുള്ളതാണോ? കൃത്യമായിട്ട് പോകുന്നുണ്ടോ കാര്യങ്ങൾ? ഇല്ലെങ്കിൽ ഈ രക്തത്താൽ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ ഒരു വിമോചനം എനിക്ക് വേണം എന്നൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആളുകൾ ചിരിക്കാതെ ഇന്ന് രാത്രി ഈ രക്തം ഒരിക്കൽ കൂടെ എന്റെ മേളിൽ ഒന്ന് ഒഴുകണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കണം. ആ കൈകളം അടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറ.
ഉപവസിക്കാനുള്ള കൃപ തരണമേ. ആത്മാവിൽ ആരാധിക്കാൻ എന്നെ ബലപ്പെടുത്തണമേ. എന്റെ ഈഗോ മാറ്റണമേ. എന്റെ അഹങ്കാരങ്ങളെ പൊളിക്കണമേ. രക്തം രക്തം രക്തം. ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ പാപം ചെയ്തപ്പോൾ അവൻ നഗ്നനാണെന്ന് അവന് തന്നെ തോന്നി. പക്ഷെ ദൈവം അവനോട് ചോദിച്ചായിരുന്നു, ഹൂ ടോൾഡ് യു യു ആർ നേക്ഡ്? നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാണെന്ന്? അത് അവന് തന്നെ മനസ്സിലായി. അവന് തന്നെ മനസ്സിലായി അവൻ നഗ്നനാണെന്ന്. നിനക്കറിയാലോ നിന്നെ. സ്തോത്രം. പ്രവാചകൻ നിന്റെ തലയിൽ പിടിച്ച് അനുഗ്രഹത്തിന്റെ ദൂത് പറയുമ്പോഴും പാസ്റ്റർമാര് നിന്നെ വാനോളം പൊക്കുമ്പോഴും നിനക്കറിയാലോ പ്രിയ സുഹൃത്തെ നീ ആരാന്ന്. മറ്റുള്ളവരെ വിധിക്കാൻ മുണ്ടും മടക്കി കുത്തി ഇറങ്ങുമ്പോഴും വിരള ചൂണ്ടുമ്പോഴും നിങ്ങൾക്കറിയാലോ സഹോദര സഹോദരി നിങ്ങൾ ആരാന്ന്. തിരുവെഴുത്തുകൾക്കകത്ത് ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോ ആദ്യത്തെ രക്തം, ഒരു തുള്ളി രക്തം ഈ ഭൂമിയിൽ എപ്പോഴാ വീണേന്നറിയാവോ? ഹാബേലിന്റെ രക്തോ? അല്ല. ഹാബേലിന്റെ രക്തം ഈ ഭൂമിയിൽ വീഴുന്നതിന് മുൻപ് മറ്റൊരു രക്തച്ചൊരിച്ചിലുണ്ടായി. ആ രക്തച്ചൊരിച്ചൽ മനുഷ്യനെ മറയ്ക്കാൻ ദൈവത്താൽ ദൈവം ചെയ്തൊരു രക്തച്ചൊരിച്ചിലാണ്. വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ വായിച്ചോ. ഉൽപ്പത്തി 3:21. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ സ്കിൻ എന്ന് എഴുതിയിട്ടുണ്ട്. സ്കിൻ. കാരണം ആദോ ഹവ്വയെ ഉടുത്ത വസ്ത്രം മോനെ ഇല കൊണ്ടുള്ള വസ്ത്ര. ഇല പറിച്ച് മുറ്റത്ത് വെച്ചിട്ടുള്ളവർക്ക് അറിയാം, വൈകുന്നേരം ആകുമ്പോൾ വാടി ചുരുങ്ങും. 2 ദിവസം കഴിയുമ്പം അത് ഉണങ്ങിപ്പോവും. ഇവരുണ്ടാക്കുന്ന ഉടുപ്പൊന്നും 2 ദിവസത്തിൽ കൂടുതൽ ഇവർക്ക് ഇടാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവം എന്നാ ചെയ്തെന്നറിയോ? ആ ഏദൻ തോട്ടത്തിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരാട്ടുകൊറ്റനെയോ ഒരു കാളക്കിടാവിനെയോ യാഗമാക്കേണ്ടി വന്നു. അതിന്റെ തോലെടുക്കേണ്ടി വന്നു. അതിന്റെ രക്തം അവൾ ഒഴുക്കേണ്ടി വന്നു മനുഷ്യനെ മറയ്ക്കാൻ. ആദത്തിനും ഹവ്വയ്ക്കും ദൈവം തോലെടുത്ത ആ മൃഗമില്ലേ, അത് ക്രിസ്തുവിന്റെ നിഴലാണ്. ഇന്ന് രാത്രി നിന്റെ പാപത്തെ മറയ്ക്കാൻ, എന്നേക്കുമായി നിന്നെ വീണ്ടെടുക്കാൻ ഏദനിൽ ആമേൻ തകർക്കപ്പെട്ട മൃഗം ക്രിസ്തുവിന്റെ നിഴലാണ്. ഇന്ന് രാത്രിയിൽ ബഹുമാന്യ കർത്തൃദാസന്മാരെ, എൻ്റെ പ്രിയ ദൈവപുരുഷന്മാരെ, ഇതിൽ സന്നിധരായിരിക്കുന്ന ജനമേ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ഡെലിവറൻസ് നിങ്ങൾ ഉണ്ടാവണമെന്ന്? ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താവോ? കാരണം ദൈവപുരുഷൻ പറഞ്ഞു പ്രതീക്ഷയോടെ നമുക്കായിരിക്കാന്ന്. എല്ലാ പാസ്റ്റർമാരും കൺവെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, പ്രസംഗിക്കാൻ സ്റ്റേജിലോട്ട് വിളിക്കുമ്പോൾ മൈക്ക് എടുത്ത് പിടിച്ച് പറയുന്ന ഒരു വേർഡാണത്. നമുക്കെല്ലാവർക്കും പ്രതീക്ഷയോടെ ആയിരിക്കാന്ന്. കാരണം ഒന്നും പ്രതീക്ഷിക്കാത്തവന് വേണ്ടി ദൈവം ഒന്നും ചെയ്യാറില്ല. എവിടെ പ്രതീക്ഷയുണ്ടോ അവിടെ പ്രത്യാശയുണ്ട്. എവിടെ പ്രത്യാശയും പ്രതീക്ഷയുണ്ടോ അവിടെ അത്ഭുതമുണ്ട്.
ദൈവത്തിൽ നിന്ന് എന്തേലും പ്രതീക്ഷിക്കുന്ന ഒരാളെങ്കിലും ഇന്ന് രാത്രി ഈ കൺവെൻഷന് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് പറയാൻ ഒരു സാക്ഷ്യം ദൈവം തരും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. നിനക്ക് പറയാൻ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നിനക്ക് പറയാൻ ദൈവം ഒരു സാക്ഷ്യം തരും. ഈ ഞങ്ങളൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ചില ആളുകൾ മുന്നോട്ട് വന്ന് പറയാറുണ്ട്, ബ്രദറെ, എൻ്റെ ഭാര്യയുടെ ക്യാൻസർ ഒന്ന് സൗഖ്യം ആകാമെങ്കിൽ ഞങ്ങള് ഇത് വിശ്വസിക്കാം. ഈ രോഗം ഒന്ന് മാറിയാൽ ഞങ്ങൾ വിശ്വസിക്കാം. ജോലി കിട്ടിയാൽ ഞാൻ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാം. നീ അങ്ങനെ വിശ്വസിക്കണ്ട. കാരണം നിനക്ക് വേണ്ടി എന്തേലും ചെയ്ത് അന്നേച്ച് വിശ്വസിപ്പിക്കാനിരിക്കുകയല്ല ദൈവം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഏറ്റെടുക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി നീ പ്രതീക്ഷിച്ചാൽ നിന്റെ പ്രതീക്ഷ അസ്ഥാനത്താകില്ല, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടില്ല. ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. യാഗത്തിന്റെ ശക്തിയെക്കുറിച്ചും രക്തം ഒഴുകിയാൽ അതിനകത്ത് വരുന്ന മാറ്റത്തെക്കുറിച്ചും ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കുകയാണ്. ഉൽപ്പത്തി 8-ാം അധ്യായം, ഉൽപ്പത്തി 8:18 മുതൽ ഞാനൊന്ന് വായിക്കുകയാണ്. നിങ്ങൾ എടുത്തല്ലോ അല്ലേ? ഉൽപ്പത്തി 8:18 മുതൽ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ അല്ലേ? 20 മുതൽ ഞാൻ ഒന്ന് വായിക്കാം. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. 21-ാം വാക്യം, യഹോവ സൗരഭ്യവാസനം മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. പുറത്തു പറഞ്ഞില്ല, ഉള്ളിൽ തന്നോട് തന്നെ ദൈവം പറഞ്ഞു, ഞാൻ ഇനി മനുഷ്യന്റെ നിമിത്തം ഭൂമിയെ ശപിക്കില്ല. 22-ാമത്തെ വാക്യം പറയുന്നു, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോയില്ല. ഭയങ്കര ചൂടായിരുന്നല്ലോ അല്ലേ? മഴ തുടങ്ങിയോ? മഴക്കാലമായി. മഴക്കാലം വരുന്നു. സ്തോത്രം. അത് കൃത്യമായിട്ട് എല്ലാവരും കൃത്യ അനുഭവത്തിൽ നടക്കുന്നുണ്ട്. ഗൾഫിൽ ചൂടുള്ള സമയമുണ്ട്, തണുപ്പുള്ള സമയമുണ്ട്. കേരളത്തിൽ മഴയുടെ സമയമുണ്ട്, ചൂടിന്റെ സമയമുണ്ട്. ഇതൊക്കെ ഈ സംവിധാനമൊക്കെ എവിടെ സെറ്റായെന്നറിയോ? ഈ സംവിധാനം മുഴുവൻ സെറ്റായത് കൃപ ലഭിച്ച ഒരുത്തൻ കഴിച്ച യാഗമാണ്. കൃപ ലഭിച്ച ഒരുത്തൻ ദൈവസന്നിധിയിൽ കഴിച്ച യാഗം. ആ യാഗത്തിന്റെ മുൻപിൽ ബൈബിൾ പറയുന്നു ദൈവം പ്രസാദിച്ചു. ആ യാഗത്തിന്റെ മുൻപിൽ ദൈവം തന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു. നിലവിലുള്ള തീരുമാനത്തെ ദൈവം മാറ്റി. നിലവിലുള്ള തീരുമാനങ്ങൾക്ക് മാറ്റം വന്നു. എന്റെ സിസ്റ്ററെ, എന്റെ ബ്രദറെ, ദൈവം തമ്പുരാന്റെ ഹൃദയത്തിനകത്ത് ദൈവം ചെയ്യുമെന്ന് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു തീരുമാനത്തെ നിന്റെ പൗണ്ടോ ദിനാറോ ഡോളറോ നിന്റെ സൗന്ദര്യമോ കയ്യടിയോ യാതൊരു വസ്തുക്കൾ കൊണ്ട് മാറ്റാൻ സാധ്യമല്ല. തമ്പുരാൻ ഒന്ന് നിശ്ചയിച്ചാൽ അതവൻ ചെയ്തിരിക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. അവൻ കൽപ്പിക്കും, അത് സ്ഥാപിതമാകും. അവൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? ആണോ? ശരിയാണോ? ദൈവം അങ്ങനാണോ? പറഞ്ഞേ, ദൈവം അങ്ങനാണോ? ദൈവം ഒന്ന് തീരുമാനിച്ചാൽ ദൈവം അത് ചെയ്യുവോ? ഇളമ്പലുകാര് പറഞ്ഞേ ചെയ്യുവോ? പക്ഷെ ദൈവം തീരുമാനം മാറ്റി.
ദൈവം മനസ്സിൽ തീരുമാനിച്ചു. നിലവിലുള്ള തീരുമാനത്തെ മാറ്റി. ഇനി ഞാൻ മനുഷ്യനെ പ്രളയത്താൽ നശിപ്പിക്കില്ല. ശീതോഷ്ണവും രാവും പകലും വേനലും വർഷവും നിന്നുപോകില്ല. ഒരു പുതിയ സീസൺ ഞാൻ തുറക്കുകയാണ്. ഒരു പുതിയ സീസൺ ഞാൻ തുറക്കുകയാണ്. എവിടെ വെച്ചാ? ഒരു യാഗത്തിന്റെ മുൻപിൽ. നിങ്ങൾക്കറിയോ, നിലവിലുള്ള നിയമം മാറി. മുഴുവൻ സംവിധാനങ്ങൾക്കും മാറ്റം ഉണ്ടായി. ദൈവം തന്റെ മനസ്സിൽ മാനവകുലത്തിന് വെച്ചിരുന്ന ന്യായവിധി മുഴുവൻ പുത്രന്റെ മേൽ അടിച്ചേൽപ്പിച്ച് തന്റെ പുത്രന്റെ കാൽവരി മരണത്താൽ തമ്പുരാൻ തന്റെ ഹൃദയത്തിൽ മാനവകുലത്തിന്റെ മേലുള്ള സകല ശാപങ്ങളെയും സകല രോഗങ്ങളെയും സകല തിന്മകളെയും സകല ന്യായവിധികളെയും മാറ്റി. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൽ വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറ. അറിയോ, യേശുവിന്റെ ക്രൂശ് മരണത്താൽ, ക്രിസ്തുവിന്റെ യാഗത്താൽ തീരുമാനങ്ങൾക്ക് മാറ്റം വന്നോ? നോഹ കഴിച്ച യാഗത്തിന്റെ മുൻപിൽ തീരുമാനങ്ങൾ മാറി മറിഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ യാഗത്തിന്റെ മുൻപിൽ പല തീരുമാനങ്ങൾക്ക് മാറ്റം വന്നു. പലതും പുതുതായി സ്ഥാപിക്കപ്പെട്ടു. എനിക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തുകളെ മായ്ച്ചു, നടുവിൽ നിന്ന് നീക്കി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വേപ്പിച്ചു. അവയുടെ മേൽ അവൻ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ക്രൂശിലെ യാഗം ഒരു കൈമാറ്റമായിരുന്നു. ഒരു കൈമാറ്റമായിരുന്നു. ഇന്ന് രാത്രിയിൽ നരകത്തിൽ നിപതിക്കേണ്ട നിന്റെ ആത്മാവിന് നിത്യജീവന്റെ കൈമാറ്റം, രോഗിയായ നിനക്ക് സൗഖ്യത്തിന്റെ കൈമാറ്റം, ശാപത്തിന്റെ ബന്ധനത്തിൽ കിടന്ന നിന്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന്റെ കൈമാറ്റം. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞാൻ ഇവിടെ അനുഭവിക്കുകയാണ്. കാളക്കിടാങ്ങളുടെയും ആറ്റുകൊറ്റന്റെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയാത്ത കാലഘട്ടത്തിൽ കൊലോസ്യർ 2:14-15 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു. മറച്ചതല്ല, മറച്ചതിനെ എടുത്തോണ്ട് വരാം. മായ്ച്ചാൽ പിന്നെ എടുത്തോണ്ട് വരാൻ പറ്റില്ല. എന്നാ കൊണ്ടാ മായ്ച്ചേ? റബ്ബർ കൊണ്ടോ? എന്നാ കൊണ്ടാ മായ്ച്ചേ? പേന കൊണ്ടോ? സ്വന്തം രക്തത്താൽ നിനക്ക് വിരോധമായി എഴുതി വെച്ച സകല തിന്മയുടെ മുകളിലും തമ്പുരാന്റെ രക്തം വീണു. ദ ബ്ലഡ് ഓഫ് ജീസസ്. ഞാനിന്ന് രാത്രിയിൽ അത് ആത്മാവിലൊന്ന് കാണുക. എനിക്കറിഞ്ഞുകൂടാ, ഭയങ്കര ഡെലിവറൻസ് ഇതിൽ നടക്കുന്നുണ്ട്. വിടുതലുകൾ ഇതിൽ സംഭവിക്കുന്നുണ്ട്. പൈശാചിക മണ്ഡലം നിനക്ക് വിരോധമായി എഴുതി വെച്ചത്, ആഭിചാരകന്മാർ നിനക്ക് വിരോധമായി എഴുതി വെച്ചത്, മനുഷ്യനും മതവും നിനക്ക് വിരോധമായി എഴുതി വെച്ചത് മുഴുവനും ഈ രക്തത്താൽ ഇന്ന് രാത്രിയിൽ മായ്ക്കപ്പെടുകയാണ്. മായ്ക്കപ്പെടുകയാണ്. കൊലോസ്യർ 1:21 ബൈബിൾ പറയുന്നുണ്ട്, മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നിരുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ, വിശുദ്ധം കളിച്ചിരിക്കുന്നവരോടായി പറയുന്നത്, ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു ക്രിസ്തു ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ അത് നിരപ്പിച്ചു. ഞാൻ ഈ ഡെലിവറൻസ് മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. രോഗങ്ങൾ പല നിലയിൽ സംഭവിക്കാം. ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? കൈപൊക്കിയിലായിരുന്നു. ഞാനിപ്പോൾ 25 വാക്യം അങ്ങോട്ട് പറഞ്ഞേനായിരുന്നു. സ്തോത്രം. ദൈവിക രോഗശാന്തി വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ
ചില രോഗങ്ങൾ പൈശാചികമാണ്, ഡിമോണിക്കാണ്. ചിലതല്ല, ഭൂരിഭാഗവും. ചെവി കേൾക്കാൻ മേലാത്ത, സംസാരിക്കാൻ മേലാത്ത ഒരു കൊച്ചനെ, ഒരു ചെറുപ്പക്കാരനെ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോ ചെവി തുറക്കട്ടെ, നാക്ക് ചലിക്കട്ടെ എന്നല്ല യേശു പറഞ്ഞത്. ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ. സ്പിരിറ്റ്. 18 സംവത്സരം ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനയായ സ്ത്രീ ദേവാലയത്തിൽ ഇരുന്നപ്പോ MRI സ്കാനിങ് പറയുന്നത് ഡിസ്കിന് എന്തോ കംപ്ലൈന്റ് ആണെന്നാ. പക്ഷേ നസറായന്റെ കണ്ണുകൊണ്ട് സ്കാൻ ചെയ്തപ്പോ അവൻ പറയുന്നു, കഴിഞ്ഞ 18 വർഷമായി അബ്രഹാമിന്റെ മകളായി ഇവളെ സാത്താൻ ബന്ധിച്ചിരിക്കുകയാണ്. അത് സ്കാനിങ് തെളിയൂല. പൈശാചികമായ രോഗം ഒരിക്കലും ഡോക്ടറിന് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ അസ്വസ്ഥത ഒഴിഞ്ഞ സമയം ഉണ്ടായില്ല. സ്കാനിങ് കറക്റ്റ്, ബ്ലഡ് ടെസ്റ്റ് കറക്റ്റ്, എല്ലാം നോർമൽ. പക്ഷെ ആളിന് എഴുന്നേറ്റ് കിടക്കാൻ മേല. ഡിമോണിക്കാണ്. ഇനി ഒത്തിരി വാക്യങ്ങൾ എനിക്ക് എടുത്തു വെക്കാനുണ്ട്. യേശു പല രോഗികൾക്കു വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേളിൽ നിൽക്കുന്ന രോഗം കൊണ്ടുവന്ന ആത്മാവിനെ, സ്പിരിറ്റിനെ ശാസിക്കുന്നത് ഈ പുസ്തകത്തിലുണ്ട്. സ്തോത്രം. അശുദ്ധാത്മാവ് അവനിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവന്റെ മാനസിക രോഗം മാറി. അവൻ വസ്ത്രം ധരിച്ചു, അവൻ കല്ലറ കിടന്നവൻ വീട്ടിൽ പോയി. ആരും മിണ്ടണില്ലല്ലോ. ഏറ്റവും മുന്തിയ കൗൺസിലർ അടുക്കൽ കൊണ്ടുപോയി കൗൺസിൽ ചെയ്തപ്പോഴാണോ? അശുദ്ധാത്മാവ് പോയപ്പോൾ. സ്തോത്രം. എന്നാൽ ചിലത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം വരുന്ന രോഗങ്ങളാണ്. പറയാറില്ലേ, ഇനി പനിയുടെ സീസണാണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ചില അസുഖങ്ങളൊക്കെ വരാം. ചില രോഗങ്ങൾ കയ്യിലിരിപ്പുകൊണ്ട് വരുന്നതാണ്. ഈ ഡിസീസ് എന്ന വാക്ക് തന്നെ ഡിസോർഡർ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. ജീവിതത്തിൽ ആ ഭക്ഷണക്രമങ്ങളൊക്കെ തെറ്റിച്ച്, കഴിക്കേണ്ടാത്തതൊക്കെ കഴിച്ച്, കുടിക്കേണ്ടാത്തതൊക്കെ കുടിച്ച്, ഉള്ള കള്ളും വെള്ളം എല്ലാം കുടിച്ച് നിന്റെ ലിവറെല്ലാം അടിച്ചു പോയിട്ട് ദൈവം വരുത്തിയാണോ? ആരും മിണ്ടാത്തേനാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കുടിക്കേണ്ടാത്തത് കുടിച്ചും കഴിക്കേണ്ടാത്തത് കഴിച്ചുമൊക്കെ മനുഷ്യൻ രോഗികളാകാറുണ്ട്. എന്നാൽ ചിലത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. സ്വത്രമൊന്നുമില്ലല്ലേ? അല്ല, പെന്തിക്കോസുകാരനേക്കാളും വിശ്വാസമുള്ളവരെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊരു നാരായണ സ്വാമി എന്ന് പറയുന്ന ഡോക്ടറെ അടുക്കൽ പോകുന്നു. ബൈബിൾ വായിച്ചിട്ടേ ഇല്ല പുള്ളി. എന്നിട്ട് ആ കാർഡിയോളജിസ്റ്റിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ പറയുന്നു, സാറേ 2 ദിവസമായിട്ട് ചങ്കിന് വല്ലാത്ത വേദന. അപ്പോൾ ECG എടുത്തു, ചെറിയൊരു വേരിയേഷൻ കണ്ടു. ഇയാൾ ഉടനെ എന്നാ ചോദിക്കുമെന്നറിയോ? നല്ലൊരു ഡോക്ടറാണെങ്കിൽ അപ്പനോ അമ്മയ്ക്കോ വല്യപ്പനോ ആർക്കെങ്കിലും വീട്ടിൽ ഹാർട്ടിന് അസുഖമുള്ളവരുണ്ടോ? ഇരിപ്പ് കണ്ടിട്ടപ്പോ പോയിട്ടില്ലാത്തോണാ. സ്തോത്രം. നല്ല ഡയബറ്റീസ് അസുഖം ബാധിച്ചൊരു ഡയബറ്റോളജി ഒരു ഡോക്ടറെ കാണാൻ പോയാൽ അയാളുടെ പേര് മുഹമ്മദ് അഷ്റഫ് എന്നായിരിക്കും. പക്ഷെ പുള്ളി ചോദിക്കും, അപ്പനോ അമ്മയ്ക്കോ വല്യപ്പനോ ആർക്കെങ്കിലും വീട്ടിൽ ഡയബറ്റീസ് ഉണ്ടോ? സ്തോത്രം. എന്നാ ഞാനൊരു ഡോക്ടറോട്, എൻ്റെ ചർച്ചയിൽ തന്നെ വരുന്നൊരു മോളോട് ഞാൻ ചോദിച്ചു, മോളെ നിങ്ങൾ എന്നാടാ അങ്ങനെ ചോദിക്കുന്നതെന്ന്. അവള് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ ഈ ഫാമിലി ഹിസ്റ്ററി എടുക്കുന്നതാണ്. പാരമ്പര്യമായിട്ട് ഇത് ഇവർക്കുള്ളൊരു സാധനമാണെങ്കിൽ അവർക്ക് എല്ലാ മാസവും ചെക്കപ്പ് വേണം. അവർക്ക്
ഹാർട്ടിന് പ്രശ്നം ഇല്ലേലും ഞങ്ങൾ കൊളസ്ട്രോളിന് മരുന്ന് എഴുതും. കാരണം അവർക്ക് വരാം. പക്ഷേ അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ ഞങ്ങൾ മരുന്നൊന്നും എഴുതൂല. എല്ലാ മാസവും ചെക്കപ്പിന് വരണമെന്നും പറയൂല. ഇനി എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്തേലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇത് സീരിയസ് ആണ്. ഇതിനെ തമാശയായിട്ട് കാണരുത്. എന്നാ നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ഞാനൊരു വാക്യം വായിപ്പിക്കാൻ പോവാ. ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ആ വാക്യം KJVയിലോ NKGVയിലോ ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. ഞാൻ ആ വാക്യം 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യത്തിൽ നിന്ന് വായിക്കുകയാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആരുടെയെങ്കിലും കയ്യിലുണ്ടോ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ? 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-19. ഇല്ല. ഫ്രം ഫാദർ സൈഡ് എന്ന് എഴുതിയിരിക്കുന്ന സാധനം അതിനകത്തുണ്ടോ? വാക്യമുണ്ടോ? Inherited from your forefathers. Inheritance from your forefathers. അപ്പന്മാരായി നിനക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയത്, അവകാശമായി ലഭിച്ചത്. ഇത് എവിടാ പൊളിഞ്ഞെന്നറിയോ? ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടോ എന്നെ? ഇതൊരു ചെയിനാ, ഇതൊരു ചങ്ങലയാ. അപ്പന്മാരായിട്ട് ഈ സംഭവം ഉണ്ട്. ഈ ചെയിനകത്ത് നീയും ഉണ്ട്. പക്ഷെ നീ ആകുന്ന കണ്ണിയുടെ മേളിൽ യേശുവിന്റെ രക്തം വന്നു വീണു. മനസ്സിലായോ? നീയാകുന്ന കണ്ണിയുടെ മേളിൽ യേശുവിന്റെ രക്തം വന്നു വീണു. ഇനി നീ അവിടെ ഇല്ല. ഇനി നീ ആ പാരമ്പര്യത്തിലില്ല. ഇനി നീ ആ ചങ്ങലയിലില്ല. ഇനി നീ ആ ലൈനേജിലില്ല. നീ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. കൈകളടിച്ച് ആത്മാവിൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറ. ഇന്ന് രാത്രി ക്ലെയിം ചെയ്യ. യേശുവിന്റെ രക്തം എന്റെ എല്ലാ പാരമ്പര്യ രോഗങ്ങളെയും മാറ്റി. യേശുവിന്റെ രക്തം എന്റെ എല്ലാ പാരമ്പര്യ ശാപങ്ങളെയും മാറ്റി. യേശുവിന്റെ രക്തം എന്നെ വിമോചിപ്പിച്ചു. യേശുവിന്റെ രക്തം എന്നെ വിലയ്ക്ക് വാങ്ങി. യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. ആശ്രയിക്കുക രക്തത്തിൽ. ആരാധിക്കുക കരങ്ങളെ അടിച്ച്. ആശ്രയിക്കുക രക്തത്തിൽ. ഒരു ശാപത്തിനും ഒരു രോഗത്തിനും ഒരു പിശാചിനും ഒരു അന്ധകാര ശക്തിക്കും ഒരു തല തകർന്ന ലൂസിഫറിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. This blood is still speaking. This blood is still working. ഈ രക്തം ഇപ്പോഴും സംസാരിക്കുന്നു. ഈ രക്തം ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. Still the blood of Jesus is available. ഈ രക്തം ഇപ്പോഴും അവൈലബിൾ ആണ്. നീ പാപിയാണോ? നിന്റെ കുടുംബം ബന്ധനത്തിലാണോ? നീ ഇളമ്പല ഏറ്റവും വലിയ കുടുംബത്തിലായിരിക്കാം. നീ ഏറ്റവും വലിയ പുള്ളിയായിരിക്കാം. പക്ഷേ നിനക്ക് ലഭിക്കാത്ത സമാധാനം, നിന്റെ മേളിൽ വെളിപ്പെടാത്ത രക്ഷ ഇന്ന് രാത്രിയിൽ ഈ രക്തത്തിന്റെ ശക്തിയാൽ വെളിപ്പെട്ടു വരികയാണ്. എന്റെ ബാത്റൂമിൽ നല്ല ഒരു പിയേഴ്സിന്റെ സോപ്പ് ഇരിപ്പുണ്ടെന്ന് കരുതി എന്റെ ശരീരത്തിലെ അഴുക്കും നാറ്റവും പോകില്ല.
എന്റെ ശരീരത്തിലെ അഴുക്കും ദുർഗന്ധം പോണമെങ്കിൽ ആ സോപ്പ് എന്റെ ശരീരത്തിൽ ഞാൻ അപ്ലൈ ചെയ്യണം. യേശുവിന്റെ രക്തം ഇപ്പോഴും പ്രവർത്തിക്കുന്നു, അതിനിപ്പോഴും ശക്തിയുണ്ട്. അത് നിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ നിന്നിൽ അത് നീ അപ്ലൈ ചെയ്യണം, വർക്ക് ചെയ്യണം. ഇന്ന് രാത്രിയിൽ ആ കൈകൾ അടിച്ചോ, കൈ ഉയർത്തിയോ, വാ കൊണ്ട് പറയാമോ, യേശുവിൻ രക്തത്താൽ ജയം. ഗലാത്യർ 3:13 പറയുന്ന, മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശവമായി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അടുത്തിരിക്കുന്നവരോട് പറയാമോ, യേശു നിന്നെ വിലയ്ക്ക് വാങ്ങി. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. അമേരിക്കയിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ ഡോളർ കൊടുക്കണം, UK വാങ്ങിക്കണമെങ്കിൽ പൗണ്ട് കൊടുക്കണം, സൗദിയിൽ വാങ്ങിക്കണമെങ്കിൽ ദിനാർ കൊടുക്കണം, ദുബായിൽ വാങ്ങിക്കണമെങ്കിൽ ദറംസ് കൊടുക്കണം, ഇന്ത്യയിൽ വാങ്ങിക്കണമെങ്കിൽ റുപ്പീസ് കൊടുക്കണം. പക്ഷേ നിന്നെ വാങ്ങിച്ചത് റുപ്പീസും ഡോളറും കൊടുത്തല്ല, സ്വന്തം രക്തത്താൽ, രക്തം കൊടുത്തു. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, യേശു ക്രിസ്തു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയെ മേയ്പാൻ. യേശുവിന്റെ സമ്പാദ്യം രക്തത്താൽ അവൻ സമ്പാദിച്ച സമ്പാദ്യമാ ഞാനും നിങ്ങളും. എന്റെ മക്കളെ, നിങ്ങൾ കർത്താവിന്റെ സമ്പാദ്യമാ. ആ കൈകളൊന്ന് ഉയർത്തി 1 മിനിറ്റ് ഒന്ന് നന്ദി പറയാമോ? കർത്താവേ, എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം എന്റെ സമ്പത്താകുന്നു. നിന്റെ രക്തത്താൽ നീ എന്നെ വിലയ്ക്ക് വാങ്ങിയതിനും നന്ദി, നീ എന്നെ സമ്പാദിച്ചതിനും നന്ദി, നീ എന്നെ നേടിയതിനും നന്ദി. കർത്താവേ, ഞാൻ അങ്ങയുടെ സമ്പാദ്യമാണ്. Thank you, Jesus. I'm feeling the mighty anointing of Jesus. Thank you, Jesus. ഫറവോ അയച്ച ബാധകളുടെ നടുവിൽ മോശയ്ക്ക് ഒത്തിരി പ്രാർത്ഥിക്കേണ്ടി വന്നു. മോശ പ്രാർത്ഥിച്ച് ഫറവോയ്ക്ക് ഇട്ട ബാധകളുടെ നടുവിൽ മോശയ്ക്ക് അധികം നാൾ അതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിനെ ഫറവോ ഓവർകം ചെയ്തു. അതിൽ ഏറ്റവും ഒടുവിൽ സ്വർഗത്തിലെ ദൈവം പുറപ്പാട് 12:21 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹായിൽ അറുപ്പീൻ. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിന്റെ മേൽ മുക്കി, ഉള്ള രക്തം കുറുപിടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും നോക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിൽ നിന്ന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയില്ല. രക്തമുദ്രയായ വീടിന് ഒരു ഒഴിവ്, രക്തമുദ്രയുള്ളവനെ നശിപ്പിക്കാൻ അനുവദിക്കാത്തൊരു ദൈവകരം. ഓ ഹല്ലേലൂയ! ഇന്ന് രാത്രിയിൽ അതിന്റെ സ്വാതന്ത്ര്യവും വിടുതലും ആത്മാവിൽ അറിയുന്ന എത്ര പേർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്? നിങ്ങൾ തിടുക്കത്തോടെ അപ്പം തിന്നണം. ദൈവം പറയുന്നു ഇസ്രായേൽ ജനത്തോട്, നിങ്ങൾ വടി പിടിക്കണം, തിടുക്കത്തോടെ അപ്പം തിന്നണം. കാരണം ഇരുന്ന് കഴിക്കാനുള്ള നേരെയില്ല. രക്തമുദ്രയായി കഴിഞ്ഞാൽ പിന്നിങ്ങനെ താങ്ങിയും തൂങ്ങിയും നിൽക്കാനുള്ള നേരെയില്ല. രക്തമുദ്രയായി കഴിഞ്ഞാൽ പിന്നെ പുറപ്പാട് ആരംഭിക്കുകയാണ്, പിന്നെ വിമോചനം തുടങ്ങുകയാണ്. രക്തമുദ്രയുള്ളവന്റെ മുൻപിൽ മാറ മധുരമാകുകയാണ്, പാറ പിളർന്ന് വെള്ളം ഒഴുകുകയാണ്, സാഗരം രണ്ടാകുകയാണ്. ദൈവത്തിന്റെ മുഴുവൻ പ്രൊവിഷനുകളും രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവന് വേണ്ടി ദൈവം പകരുകയാണ്. എന്റെ ചോദ്യം,
സ്വർഗത്തിന്റെ മുഴുവൻ പ്രൊവിഷൻസും, മന്ന, കാട, എന്താ പറയണ്ടേ അറിയില്ല, മാറമതിനായി തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു, കൈയെത്തുന്ന ദൂരത്ത് കാടപ്പക്ഷി വന്നു നിന്നു, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായി കൂടിയിരുന്നു, ചെരുപ്പ് പഴകിയില്ല, വസ്ത്രം ജീർണിച്ചില്ല. ആർക്കു വേണ്ടിയായിരുന്നു? കുഞ്ഞാടിന്റെ രക്തം അറുത്ത് ആ രക്തത്തിന്റെ മുദ്ര കട്ടളക്കാൽമേലും കുറുമ്പടിമേലും തളിക്കപ്പെട്ട് ആ രക്തത്തിന്റെ വിടുതലും വിമോചനവും അനുഭവിച്ച് പുറപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെ മുഴുവൻ പ്രൊവിഷനുകളും ഓപ്പണായി. രാത്രി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദലേ, സ്വർഗത്തിലെ അപ്പ മുഴുവൻ നന്മകളും നിനക്ക് വെച്ചിരിക്കുകയാണ്. ഫൈനലി സമയപരിമിതി കൊണ്ടാണ് നമ്മൾ ഈ വെളിപ്പാട് 12:10-11 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചെന്ന്. വേദപുസ്തകം കയ്യിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് ഉയർത്തിപ്പിടിക്കാവോ? ഒന്ന് പൊക്കി പിടിക്കാവോ? യേശുവിന്റെ രക്തത്താലും ദൈവവചനത്താലും എനിക്ക് ജയമുണ്ട്. ഇതൊന്ന് ഉറക്കെ പറഞ്ഞേ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. രക്തം മുദ്ര ചെയ്യപ്പെട്ട നീ തോക്കാനുള്ളവനല്ല. ഒന്നിന്റെ മുമ്പിൽ തോൽക്കാനുള്ളവളല്ല. ഇന്ന് രാത്രിയിൽ ജയിച്ചവൻ നിന്നെ ജയിപ്പിക്കാൻ വിളിച്ചതാണ്. ജയിച്ചവൻ നിന്നെ ജയിപ്പിക്കാൻ വിളിച്ചതാണ്. നീ തോൽക്കാൻ വിളിക്കപ്പെട്ടവനല്ല. ഞാൻ നിന്നോട് അറിയിക്കുന്നു, പാപത്തോട് തോൽക്കരുത്, തിന്മയോട് തോൽക്കരുത്, പിശാചിനോട് തോൽക്കരുത്. ഇന്ന് രാത്രിയിൽ രക്തത്താലും വചനത്താലും ജയം. സ്വർഗത്തിൽ ചെല്ലുമ്പോ ദൂതന്മാരുണ്ട്, അവിടെ വിശുദ്ധന്മാരുണ്ട്, അവിടെ സാറാഫുകളുണ്ട്, അവിടെ മാലാഖമാരുണ്ട്, അവിടെ ജീവികളുണ്ട്, പ്രധാന ദൂതന്മാരുണ്ട്, കെരൂബുകളുണ്ട്, ജീവികളുണ്ട്, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇതിന്റെ ഇടയിൽ യേശുവിനെയാണ് എനിക്ക് കാണേണ്ടത് എന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അല്ല, അവരുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച. കെരൂബുണ്ട്, മൂപ്പന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, മാലാഖമാരുണ്ട്, ജീവികളുണ്ട്, സറാഫുകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ എത്തിയാൽ ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത് എൻ്റെ കർത്താവ് എന്നെയാന്നുള്ളതാണെന്നൊന്ന് അവർ യേശുവിനെ എങ്ങനെയാ നിങ്ങൾ തിരിച്ചറിയുന്നതെന്നറിയാവോ? വെളിപ്പാട് 19:12-13 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനന്തര സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്റെ മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. സമയമില്ലാത്തതുകൊണ്ട് 13-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണേ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേര്. അവന്റെ വസ്ത്രത്തിൽ ബ്ലഡിന്റെ സ്പോട്ടുകളുണ്ട്. ഇങ്ങനെ രക്തം തളിച്ച, രക്തത്തിന്റെ മുദ്രകളുള്ള, രക്തത്തിന്റെ കറയുള്ള, രക്തം കാണാൻ കഴിയുന്ന ഉടുപ്പ് ധരിച്ചവൻ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നു. അവന് ദൈവവചനം എന്ന പേർ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം വേഷത്തിൽ മനുഷ്യനായി ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി ഈ ഭൂമിയിലേക്ക് വന്നു.
ആ വചനമാകുന്നവനെ രക്തം തളിച്ച ഉടുപ്പോടെ സ്വർഗത്തിൽ കാണുമ്പോൾ നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ മുൻപിൽ എനിക്കും നിനക്കും നേരെ നിൽക്കാൻ പറ്റില്ല. എനിക്കും നിനക്കും ഒന്നേ പറയാനുള്ളൂ, ഈ രക്തമാ എന്നെ ഇവിടെ എത്തിച്ചത്. ഈ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. ഈ രക്തമാണ് എന്നെ സ്വന്തമാക്കിയത്. ഈ രക്തമാണ് എന്നെ ഞാനാക്കിയത്.